ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 291 സീറ്റുകളിൽ മുന്നേറ്റം കാഴ്ചവെച്ച് എൻഡിഎ കേവല ഭൂരിപക്ഷത്തിലേക്ക്. 233 സീറ്റുകളിൽ INDIA സഖ്യം മുന്നേറുന്നു. കേരളത്തിൽ 18 സീറ്റുകളിൽ UDF വിജയത്തിലേക്ക്. തൃശൂരിൽ വിജയം നേടി BJP. ആലത്തൂരിൽ LDF ജയമുറപ്പിച്ചു. ലക്ഷദ്വീപിൽ കോൺഗ്രസ് വിജയത്തിലേക്ക്. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യത്തിന് ഉജ്ജ്വല നേട്ടം. ഉത്തർപ്രദേശിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് രാഷ്ട്രീയ പാർട്ടികൾ. മധ്യപ്രദേശിലും ഹിമാചലിലും ഡൽഹിയിലും BJP തരംഗം. പശ്ചിമബംഗാളിൽ തൃണമൂലിന് മേൽക്കൈ. ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾക്ക് കനത്ത പരാജയം. ഒഡീഷയിൽ BJP വിജയം നേടി. ആന്ധ്രയിൽ TDP BJP സഖ്യം അധികാരത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 291 സീറ്റുകളിൽ മുന്നേറ്റം കാഴ്ചവെച്ച് എൻഡിഎ കേവല ഭൂരിപക്ഷത്തിലേക്ക്. 233 സീറ്റുകളിൽ വിജയമുറപ്പിച്ച് INDIA സഖ്യം ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. BJP 241 സീറ്റുകളിലും കോൺഗ്രസ് 99 സീറ്റുകളിലും മുന്നിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും 3.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. കേരളത്തിൽ 18 സീറ്റുകളിൽ UDFും ഒരിടത്ത് LDFും ഒരിടത്ത് NDAയും വിജയമുറപ്പിച്ചു. ശക്തമായ പോരാട്ടം നടന്ന തിരുവനന്തപുരം, വടകര മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വിജയമുറപ്പിച്ചാണ് കോൺഗ്രസ് കേരളത്തിൽ ആവേശകരമായ പ്രകടനം കാഴ്ചവെച്ചത്. സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ അത്യുജ്വല വിജയം നേടി BJP. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആദ്യത്തെ അക്കൌണ്ട് തുറന്നു. ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ അവസാനം വരെ നിറഞ്ഞു നിന്ന ആകാംക്ഷയ്ക്കൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ വിജയമുറപ്പിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലും മാറിമറിഞ്ഞ ലീഡ് നില ഒടുവിൽ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമാവുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. രജു, തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലെയും ഫലത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബിന്ദു, വിവിധ പാർട്ടികൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും UDFന്റെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം ഇത് ഒറ്റക്കെട്ടായ ഒരു വിജയമാണെന്നും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യമാണ് UDFന്റെ ഒരു മികച്ച വിജയത്തിന് കാരണമെന്നും ഒക്കെയുള്ള ഒരു അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും LDFന്റെയും BJPയുടെയും ഒക്കെ ഒന്നും അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. എന്തായാലും തിരുവനന്തപുരത്തിന്റെ കാര്യം എടുത്താൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂർ വിജയം നേടിയത്. തുടക്കത്തിൽ ശശി തരൂർ നേരിയ ലീഡിലേക്ക് വന്നെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ലീഡ് തിരിച്ചു പിടിക്കുകയും ഒരു ഘട്ടത്തിൽ 15,000-ന് മുകളിൽ ലീഡ് നില ഉയർത്തുകയും ചെയ്തു. എന്നാൽ കോവളം, പാറശാല, നെയ്യാറ്റിൻകര എന്നീ മണ്ഡലങ്ങളിൽ ലീഡ് ശശി തരൂരിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. മികച്ച ഒരു ത്രികോണ പോരാട്ടമായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലേത്. അതേസമയം തിരുവനന്തപുരത്തേക്കാൾ വാശിയേറിയ ഒരു പോരാട്ടമാണ് LDFിലെ വി ജോയും UDFിലെ അടൂർ പ്രകാശും തമ്മിൽ നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു മെഷീനിലുണ്ടായ ഒരു തകരാർ കാരണം ഒരു പഞ്ചായത്തിലെ VVPAT മെഷീനുകൾ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി രജു, നന്ദി വിവരങ്ങൾ നൽകിയതിന്. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയും RSP നേതാവുമായ NK പ്രേമചന്ദ്രൻ 1.5 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ M മുകേഷിനെതിരെ മുന്നേറുന്നത്. മാവേലിക്കരയിൽ ഭൂരിപക്ഷം ഇടയ്ക്ക് മാറിമറിഞ്ഞെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ 9,000-ലേറെ വോട്ടുകൾക്ക് CPI സ്ഥാനാർത്ഥി അരുൺകുമാറിനേക്കാൾ മുന്നിലാണ്. പത്തനംതിട്ട മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനേക്കാൾ 66,000-ലേറെ വോട്ടുകൾക്ക് മുന്നിലാണ്. BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി മണ്ഡലത്തിൽ 3ാം സ്ഥാനത്താണ്. ആലപ്പുഴ മണ്ഡലം LDFിൽ നിന്നും UDF തിരിച്ചുപിടിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി KC വേണുഗോപാൽ 63,000-ലേറെ വോട്ടിന് സിറ്റിംഗ് MP AM ആരിഫിനെ പരാജയപ്പെടുത്തി. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്താണ്. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ തോമസ് ചാഴിക്കാടനെതിരെ 87,000-ഓളം വോട്ടിന് മുന്നിലാണ്. എറണാകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ 2.5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം നേടി. 2019-ൽ 1.69 ലക്ഷമായിരുന്നു ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം. ചാലക്കുടിയിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ബെന്നി ബെഹനാൻ 63,000-ലേറെ വോട്ടിന് LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനേക്കാൾ മുന്നിലാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യ പാർലമെന്റ് സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് BJP. 74,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപി നേടിയത്. മണ്ഡലത്തിൽ LDF 2ാം സ്ഥാനത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്തുമാണ്. തൃശൂരിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. ഭരിത, കേരളത്തിന്റെ മാറിവരുന്ന രാഷ്ട്രീയ ചിത്രത്തിന്റെ സാക്ഷ്യപത്രമായി മാറുകയാണോ BJPയുടെ തൃശൂരിലെ വിജയം? ബിന്ദു, UDF തരംഗത്തിനിടയിലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ഗംഭീര വിജയം തന്നെയാണ് നേടാനായത്. 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേടിയത്. വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ വിജയസമാനമായൊരു മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചത്. 4,12,338 വോട്ടുകൾ നേടിയാണ്
ചരിത്ര വിജയം കൊണ്ട് സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 3,37,656 വോട്ടുകളാണ് നേടിയത്. UDFന് സിറ്റിംഗ് സീറ്റായിരുന്നു. എന്നിട്ട് 3,28,124 വോട്ടുകൾ നേടി UDFന്റെ K മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു. നന്ദി ഭരിത, വിവരങ്ങൾ നൽകിയതിന്. ആലത്തൂർ മണ്ഡലത്തിൽ CPIM സ്ഥാനാർത്ഥിയും സംസ്ഥാന മന്ത്രിയുമായ K രാധാകൃഷ്ണൻ 19,000-ലേറെ വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ രമ്യ ഹരിദാസിനെതിരെ മുന്നേറുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ VK ശ്രീകണ്ഠൻ LDF സ്ഥാനാർത്ഥി A വിജയരാഘവനെതിരെ 75,000-ലേറെ വോട്ടുകൾക്ക് മുന്നിലാണ്. മണ്ഡലത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എംപി UDFിലെ VK ശ്രീകണ്ഠൻ വലിയ വോട്ട് വ്യത്യാസത്തിൽ വിജയമുറപ്പിച്ചിരിക്കുകയാണ്. അവസാന റൌണ്ടിൽ 75,274 വോട്ടിനാണ് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ് രണ്ടാം സ്ഥാനത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തേക്കാൾ 60,000-ലധികം വോട്ടുകൾക്കാണ് ശ്രീകണ്ഠൻ മുന്നിട്ട് നിൽക്കുന്നത്. കേരളത്തിലെ UDF തരംഗത്തിൽ LDFന് ആശ്വാസം നൽകിയ ഏക മണ്ഡലമാണ് ആലത്തൂർ. ഇവിടെ മന്ത്രി K രാധാകൃഷ്ണൻ 19,587 വോട്ടുകൾക്ക് സിറ്റിംഗ് എംപി UDFിലെ രമ്യ ഹരിദാസിനേക്കാൾ മുന്നിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,50,000-ലേറെ വോട്ടുകളുടെ വിജയം നേടിയ സ്ഥാനത്താണ് രമ്യ ഹരിദാസ് ഇത്തവണ രണ്ടാമതായിരിക്കുന്നത്. ലീഗ് കോട്ടയായി അറിയപ്പെടുന്ന മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങൾ മുസ്ലിം ലീഗ് ഇക്കുറിയും നിലനിർത്തി. മലപ്പുറത്ത് ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ 3 ലക്ഷത്തിലേറെ വോട്ടിനും പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി 2.35 ലക്ഷത്തിലേറെ വോട്ടിനും മുന്നിലാണ്. മണ്ഡലത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ഭൂരിപക്ഷം കുത്തനെ ഉയർത്തിയാണ് മലപ്പുറത്തും പൊന്നാനിയിലും UDFിനു വേണ്ടി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പാക്കിയത്. രണ്ട് മണ്ഡലങ്ങളിലും സമീപകാല ഭൂരിപക്ഷ കണക്കുകളെയെല്ലാം മറികടന്ന് എതിരാളികളെ പാടെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു UDFിന്റെ പ്രകടനം. ചെറിയ രീതിയിലുള്ള പ്രതിരോധത്തിന് പോലും രണ്ടിടങ്ങളിലും LDFനോ NDAക്കോ സാധിച്ചില്ല. മലപ്പുറത്തെയും പൊന്നാനിയിലെയും നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മേൽക്കൈ നേടി തീർത്തും ആധികാരികമായാണ് മുസ്ലിം ലീഗിന്റെ വിജയം. സംസ്ഥയെ മുൻനിർത്തി ലീഗിന്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്താമെന്ന CPMന്റെ കണക്കുകൂട്ടലുകൾക്ക് കനത്ത തിരിച്ചടിയാണ് കൃത്യമായ ക്യാമ്പയിനിലൂടെ മുസ്ലിം ലീഗ് നൽകിയതെന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. കോഴിക്കോട് CPIMന്റെ എളമരം കരീമിനെതിരെ കോൺഗ്രസിന്റെ സിറ്റിംഗ് എംപി MK രാഘവൻ 1,46,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. BJP സ്ഥാനാർത്ഥി MT രമേശ് മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ വടകര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ KK ശൈലജയ്ക്കെതിരെ 1,15,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. വയനാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി 3,64,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 2019-ൽ 4.31 ലക്ഷം വോട്ടുകൾക്കാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത്. CPI സ്ഥാനാർത്ഥി ആനി രാജയും NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K സുരേന്ദ്രനും 2ഉം 3ഉം സ്ഥാനങ്ങളിലാണ്. കണ്ണൂരിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരൻ CPIM സ്ഥാനാർത്ഥി MV ജയരാജനെതിരെ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് മുന്നിലാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 84,000-ലധികം വോട്ടുകൾക്ക് LDFന്റെ MV ബാലകൃഷ്ണനേക്കാൾ മുന്നിലാണ്. ലക്ഷദ്വീപിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സെയ്ദ് 2,600-ലേറെ വോട്ടുകൾക്ക് സിറ്റിംഗ് എംപിയും NCP ശരത് പവാർ പക്ഷ നേതാവുമായ PP അബ്ദുൾ ഫൈസലിനെ പരാജയപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ DMK കോൺഗ്രസ് സഖ്യം എല്ലാ സീറ്റുകളിലും വിജയമുറപ്പിച്ചു. DMK 22 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റുകളിലും മുന്നിലാണ്. CPIയും VCKയും 2 സീറ്റുകളിൽ വീതം ലീഡ് ചെയ്യുന്നു. MDMKയും മുസ്ലിം ലീഗും ഓരോ സീറ്റുകളിൽ മുന്നിലാണ്. കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 17ഇടത്ത് BJPയും 9 മണ്ഡലങ്ങളിൽ കോൺഗ്രസും വിജയമുറപ്പിച്ചു. JDS 2 സീറ്റുകളിലാണ് മുന്നിൽ. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിൽ TDP 16 സീറ്റുകളിൽ മുന്നിലാണ്. സഖ്യകക്ഷിയായ BJP 3 മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ YSR കോൺഗ്രസ് 4 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. തെലങ്കാനയിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും 8 വീതം സീറ്റുകളിൽ മുന്നിലാണ്. ഹൈദരാബാദിൽ AIMIM വിജയത്തിലേക്ക് അടുക്കുകയാണ്. ഗോവയിലെ 2 മണ്ഡലങ്ങളിൽ BJPയും കോൺഗ്രസും ഓരോ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 80 മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ 38ഇടത്ത് സമാജ്വാദി പാർട്ടിയും 31ഇടത്ത് BJPയും 7ഇടത്ത് കോൺഗ്രസും വിജയമുറപ്പിച്ചു. ഒഡീഷയിലെ 21 മണ്ഡലങ്ങളിൽ 19ഇടത്ത് BJPയും 1ഇടത്ത് BJDയും 1ഇടത്ത് കോൺഗ്രസും മുന്നിലാണ്. 29 മണ്ഡലങ്ങളുള്ള മധ്യപ്രദേശിലും 4 സീറ്റുകളുള്ള ഹിമാചൽ പ്രദേശിലും എല്ലാ മണ്ഡലങ്ങളിലും BJPയാണ് മുന്നിൽ. ഡൽഹിയിൽ 7 സീറ്റിലും BJP ജയമുറപ്പിച്ചു. ഹരിയാനയിൽ 5 വീതം സീറ്റുകളിൽ BJPയും കോൺഗ്രസും മുന്നിട്ട് നിൽക്കുകയാണ്. 48 മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ 12ഇടത്ത് കോൺഗ്രസ്, 11ഇടത്ത് BJP, 10ഇടത്ത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, 6ഇടത്ത് ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം, 7ഇടത്ത് NCP SP വിഭാഗം എന്നിങ്ങനെ ലീഡ് ചെയ്യുന്നു. രാജസ്ഥാനിലെ 25 മണ്ഡലങ്ങളിൽ 14ഇടത്ത് BJPയും 8ഇടത്ത് കോൺഗ്രസും 1ഇടത്ത് CPIMഉം ലീഡ് ചെയ്യുന്നു.
ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ 25ഇടത്ത് ബിജെപിയും ഒരിടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിൽ 7ഇടത്ത് കോൺഗ്രസും 3ഇടത്ത് ആം ആദ്മിയും ഒരിടത്ത് ശിരോമണി അകാലിദളും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ 29 സീറ്റിൽ തൃണമൂലും 12 സീറ്റിൽ ബിജെപിയും 1 സീറ്റിൽ കോൺഗ്രസും വിജയമുറപ്പിച്ചു. ജമ്മുകശ്മീരിലെ 5 സീറ്റുകളിൽ 2ഇടത്ത് ബിജെപി മുന്നിലാണ്. ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് 2 മണ്ഡലങ്ങളിലും മറ്റുള്ളവർ 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. ചണ്ഡീഗഡിലെ 1 സീറ്റിൽ കോൺഗ്രസാണ് ലീഡ് ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ 1 സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുന്നു. ദാദ്ര നഗർ ഹവേലി ദാമൻ ആൻഡ് ദിയുവിലെ 2 മണ്ഡലങ്ങളിൽ ഒരിടത്ത് ബിജെപിയും ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുന്നേറുന്നു. എൻഡിഎ സ്ഥാനാർത്ഥികളും കേന്ദ്രമന്ത്രിമാരുമായ അമിത്ഷാ, പർഷോത്തം രൂപാല, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ ഗുജറാത്തിലെ വിവിധ മണ്ഡലങ്ങളിലും അനുരാഗ് സിംഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശിലും വിജയമുറപ്പിച്ചു. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ കർണാൽ മണ്ഡലത്തിൽ മുന്നേറുകയാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഷർമിള റെഡ്ഡി പിന്നിലാണ്. ബീഹാറിലെ പറ്റ്ന സാഹിബിൽ ബിജെപിയുടെ രവിശങ്കർ പ്രസാദും കത്തിഹാർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ താരിഖ് അൻവറും മുന്നിലാണ്. കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്ന് ജെഡിഎസ് സ്ഥാനാർത്ഥി എച്ച് ഡി കുമാരസ്വാമിയും ധാർവാഡിൽ നിന്ന് പ്രഹ്ലാദ് ജോഷിയും വിജയിച്ചു. പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ തൃണമൂലിന്റെ മഹുവ മൊയ്ത്ര, ഡയമണ്ട് ഹാർബറിൽ അഭിഷേക് ബാനർജി, ബർഹാംപൂരിൽ യൂസഫ് പത്താൻ എന്നിവർ മുന്നിലാണ്. ബർഹാംപൂരിൽ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയും ബർധമാൻ ദുർഗാപൂരിൽ ബിജെപിയുടെ ദിലീപ് ഘോഷും പിന്നിലാണ്. ഒഡീഷയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും രാജസ്ഥാനിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയും ഉത്തർപ്രദേശിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും മുന്നിലാണ്. അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പിന്നിലാണ്. എസ്പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കനൌജിൽ ലീഡ് ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ഡിഎംകെ സ്ഥാനാർത്ഥികളായ കനിമൊഴിയും ദയാനിധി മാരനും മുന്നിലാണ്. നീലഗിരിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പിന്നിലാണ്. ശിവഗംഗയിൽ കോൺഗ്രസിന്റെ കാർത്തി ചിദംബരം ലീഡ് ചെയ്യുന്നു. എംഡിഎംകെ സ്ഥാനാർത്ഥി ദുരൈ വൈക്കോ തിരുച്ചിറപ്പള്ളിയിൽ ലീഡ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ബിജെപി നേതാവ് നിതിൻ ഗഡ്കരി, മുംബൈ നോർത്തിൽ പീയൂഷ് ഗോയൽ എന്നിവർ ലീഡ് ചെയ്യുന്നു. ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ കനത്ത പരാജയം ഏറ്റുവാങ്ങി. ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസിനെ ടിഡിപി ബിജെപി ജെഎസ്പി സഖ്യം പരാജയപ്പെടുത്തുകയായിരുന്നു. 175 സീറ്റുകളിൽ 136ഇടത്ത് തെലുങ്കുദേശം പാർട്ടിയും 8ഇടത്ത് ബിജെപിയും 21 സീറ്റിൽ ജെഎസ്പിയും വിജയമുറപ്പിച്ചു. ഭരണകക്ഷിയായ വൈഎസ്ആർ കോൺഗ്രസിന് 10 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. ഒഡീഷയിൽ 2 ദശാബ്ദങ്ങൾ പിന്നിട്ട ബിജെഡി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ബിജെപി സംസ്ഥാനത്ത് ഭൂരിപക്ഷം നേടിയത്. 147 നിയമസഭാ മണ്ഡലങ്ങളിൽ 80 സീറ്റുകളിൽ ബിജെപിയാണ് മുന്നിൽ. ഭരണകക്ഷിയായ ബിജു ജനതാദൾ 49 ഇടങ്ങളിലും കോൺഗ്രസ് 14 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. 24 വർഷമായി ഒഡീഷയിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന ബിജെഡി നേതാവ് നവീൻ പട്നായിക് ഹിഞ്ചിലി മണ്ഡലത്തിൽ മുന്നിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐഎൻഡിഎ മുന്നണി കാഴ്ചവെച്ച പ്രകടനം ജനങ്ങളുടെ ജയമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ പ്രചാരണം ഫലപ്രദമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ആദ്യമായി എൻഡിഎ സ്ഥാനാർത്ഥി വൻ വിജയം നേടിയതിൽ അഭിമാനമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തൃശൂരിലെ വിജയം ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളാണ് എല്ലാത്തിന്റെയും അവസാന വാക്കെന്നും അത് അംഗീകരിക്കുന്നതായും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സംസ്ഥാനത്ത് സർക്കാരിനെതിരായ വികാരമില്ലയെന്നും എങ്കിലും സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 291 സീറ്റുകളിൽ മുന്നേറ്റം കാഴ്ചവെച്ച് എൻഡിഎ കേവല ഭൂരിപക്ഷത്തിലേക്ക്. 233 സീറ്റുകളിൽ ഐഎൻഡിഎ സഖ്യം മുന്നേറുന്നു. കേരളത്തിൽ 18 സീറ്റുകളിൽ യുഡിഎഫ് വിജയത്തിലേക്ക്. തൃശൂരിൽ വിജയം നേടി ബിജെപി. ആലത്തൂരിൽ എൽഡിഎഫ് ജയമുറപ്പിച്ചു. ലക്ഷദ്വീപിൽ കോൺഗ്രസ് വിജയത്തിലേക്ക്. തമിഴ്നാട്ടിൽ ഡിഎംകെ കോൺഗ്രസ് സഖ്യത്തിന് ഉജ്ജ്വല നേട്ടം. ഉത്തർപ്രദേശിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് രാഷ്ട്രീയ പാർട്ടികൾ. മധ്യപ്രദേശിലും ഹിമാചലിലും ഡൽഹിയിലും ബിജെപി തരംഗം. പശ്ചിമബംഗാളിൽ തൃണമൂലിന് മേൽക്കൈ. ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷികൾക്ക് കനത്ത പരാജയം. ഒഡീഷയിൽ ബിജെപി വിജയം നേടി. ആന്ധ്രയിൽ ടിഡിപി ബിജെപി സഖ്യം അധികാരത്തിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.